മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, അവിടുന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ. റോമ ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായതിനെ പോലും ദൈവം ഏറ്റവും നല്ലതാക്കി തീർക്കുമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ തകർച്ചകളായിരിക്കാം, നീ കാണുന്നത് മുഴുവനും വേദനകളായിരിക്കാം, കഷ്ടപ്പാടുകളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, പരാജയങ്ങളായിരിക്കാം, തകർച്ചകളായിരിക്കാം. ഒരുപക്ഷെ നീ പാപത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും മോശമായ അവസ്ഥയെ പോലും ദൈവത്തിന് ഏറ്റവും നല്ലതാക്കി തീർത്ത് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ദൈവത്തെ നീ സ്നേഹിക്കണം. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിലെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിത്തരും. ഇന്ന് നീ കാണുന്ന സർവ്വ തകർച്ചകളെയും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിത്തരും. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളെ പോലും നാളെ നിന്റെ ജീവിതത്തിന്റെ നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റിത്തരും. നീ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. ഇന്ന് പരിശോധിച്ചു നോക്കണം, എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച്? അതിനെ നീ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തെയാണ് നീ എപ്പോഴും ആലോചിക്കുന്നതെങ്കിൽ, നീ ദൈവത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ, നീ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചോ, ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ, ഏതെങ്കിലും സുഖങ്ങളെക്കുറിച്ചോ, പണത്തെക്കുറിച്ചോ ഒക്കെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ, ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. പരിശോധിക്കണം, നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എന്താ? ദൈവത്തെ എപ്പോഴും ഓർക്കുക. നടക്കുന്ന വഴികളിലെല്ലാം ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാനായിട്ട് സാധിക്കണം. ഈശോയെ പറയുന്നത് മുഴുവനും നിന്റെ ജീവിതത്തിൽ നീ ചെയ്യണം. വചനത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിന്റെ ജീവിതത്തിൽ ചെയ്യണം. അപ്പോൾ നീ ജീവിതത്തിൽ ഇന്ന് കാണുന്ന വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങൾ പോലും നിന്റെ ജീവിതത്തിൽ കർത്താവ് നന്മയ്ക്കായിട്ട് മാറ്റും. ഇന്ന് തിരുസഭ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ശിഷ്യന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് ശ്ലീഹായ. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ ഏറ്റെടുത്ത നൊമ്പരാണ്. ആ നൊമ്പരത്തെ പോലും ദൈവം അനുഗ്രഹമാക്കി മാറ്റുക, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള യോഗ്യതയായിട്ട് ആ നൊമ്പരത്തെ മാറ്റുകയാണ്. യാക്കോബ് ശ്ലീഹ ഈശോയുടെ കൂടെ നടന്നവനാ. ഈശോ എവിടെ പോയാലും യാക്കോബ് ശ്ലീഹ കർത്താവിന്റെ കൂടെയുണ്ടായിരുന്നു. ഇതുപോലെ ഈശോയുടെ കൂടെ നീ നടക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ സഹനം കർത്താവ് നാളെ നന്മയായിട്ട് മാറ്റും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറവുകളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, എല്ലാറ്റിനേക്കാളും അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിന്റെ വേദനകളെയും ദുഃഖങ്ങളെയും അങ്ങ് നന്മയ്ക്കായിട്ട് മാറ്റണമേ. എല്ലാം നന്മയ്ക്കായിട്ട് മാറട്ടെ. ഈശോയെ, റോമ 8:28 വചനത്തിന്റെ അഭിഷേകവരിൽ ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിനുപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങൾ, പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങൾ, ശാപങ്ങൾ, തടസ്സങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ എല്ലാം നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.